മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായതിന്റെ ആദ്യ ദിവസം ആ മഹാപ്രളയം കുലംകുത്തി വന്ന ചൂരൽമല പുഴ, ആ പുഴ ഒഴുകിപ്പോകുമ്പോൾ അതിസാഹസികമായി ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം എത്തിയ സംഘങ്ങളിലൊന്നാണ് ടെറിട്ടോറിയൽ ആർമിയിലെ ഈ ഉദ്യോഗസ്ഥർ. ഇവർ ചെയ്തത് എനിക്ക് അക്കരെ കാണുന്ന ഈ നടുക്കുള്ള ഈ ഗർത്തത്തിന് അക്കരയിലേക്ക് റോപ്പിലൂടെ കടന്നുപോയി അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ആ ടീമാണ് എനിക്കൊപ്പം നിൽക്കുന്നത്. നോക്കണം പോലീസ് കൺട്രോൾ റൂം വഴിയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. അത് 2 റിസോർട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാ റിസോർട്ട് വനറാണി റിസോർട്ട്. അതിൽ ഒന്നിൽ 7 പേര്, മറ്റൊന്നിൽ 12 പേര്, ടോട്ടൽ 19 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കൺട്രോൾ റൂം വഴി അവരെ പേഴ്സണൽ നമ്പർ കിട്ടി. നമ്മൾ മൊബൈലിൽ സംസാരിച്ചു. അപ്പോൾ അവർ ചോദിച്ചു സേഫ് ആണ്, ഓക്കെയാണ്, പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളൊന്നും ഇല്ല, അവർ സേഫ് ആണെന്ന് പറഞ്ഞു. വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ വിത്തിൻ സെക്കൻഡ് എത്ര മാക്സിമം എത്താൻ പറ്റും അത്രയും മാക്സിമം നമ്മൾ എത്തും, നിങ്ങളെ റെസ്ക്യൂ ചെയ്യും, പേടിക്കാതിരിക്കണം എന്ന് പറഞ്ഞു. ഈ റോപ്പ് ഉപയോഗിച്ച് അക്കരെ കടന്നത് അന്നേരം ഈ പുഴയുടെ അവസ്ഥ എന്തായിരുന്നു? ഞങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ബലത്തിലാണ് ഞങ്ങൾ ആ ഒരു മാനസികമായ ധൈര്യവും നമ്മുടെ ട്രെയിനിങ്ങും, അതാണ് നമ്മുടെ മെയിൻ മുദ്ദയായിരുന്നത്. പുഴ ഇതൊരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ ഒരു കറണ്ട് അങ്ങനെയായിരുന്നു, ഒരു മനുഷ്യൻ എടുത്തുകൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കമാൻഡോ ടീം ക്രോസ് ചെയ്തു, റോപ്പ് അപ്പടം ചെയ്ത് പോയി അവിടെയുള്ള വലിയ പാറക്കല്ലിനോട് റോപ്പ് കെട്ടി. അതിനുശേഷം ഞങ്ങളെ 5ഓളം വരുന്ന സൈനികർ റോപ്പ് പിടിച്ച് 5 പേര് പിടിച്ചിട്ടാണ് അത് നിന്നത്. അതിനുശേഷം ഞങ്ങളൊരു കവുങ്ങിന്റെ ഒരു കഷ്ണം ഇട്ടിട്ട് അതിനെ കൊണ്ട് കവുങ്ങിന്റെ ഒരു കഷ്ണത്തിനെ കൊണ്ട് അതിന്റെ വരെയാണ് ഞങ്ങളെ കമാൻഡോസ് ക്രോസ് ചെയ്തത്. എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ റെസ്ക്യൂ ചെയ്തത്? ഞങ്ങളെ അവിടെ കുടുങ്ങിക്കിടുന്ന ആൾക്കാരെ അവരെ ആദ്യം നമ്മൾ രക്ഷിച്ചു. അതുപോലെ അവിടെ ഫാമിലേക്ക് കുടുങ്ങിക്കുന്ന 10-15ഓളം പശുക്കൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മൾ അഴിച്ച് വനത്തിലേക്ക് വിട്ടു. അവരതിനെല്ലാം കെട്ടി വെക്കുമായിരുന്നു. അവരെ ജീവിതമാർഗമാണല്ലോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതിനെ കെട്ടിവെച്ചാൽ പിന്നെ അതിന് വിഷമമാണ് വെച്ചാൽ അതിന് ഭക്ഷണവും വെള്ളവും ടൈമിൽ കിട്ടിയില്ല. അപ്പോൾ കഴിച്ചു വിടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് അവരുടെ കൂടെ ചേർന്ന് ഞങ്ങളെ സൈനികരും കൂടി ചേർന്ന് അത് ചെയ്തിട്ട് അതിനുശേഷം ഇപ്പൊ ഇന്ന് നമ്മളവിടെ ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്ത് 1-2 പശു സുഖമില്ലാണ്ടായിട്ട് ഇതായിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വെറ്റിനറി ഡോക്ടറിലും പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം സേഫാന്നാ പറഞ്ഞു. നമുക്കെന്താ വെച്ചാൽ നമ്മളെ ഒരു മനുഷ്യന്റെ ജീവനെ പോലെ തന്നെ വാല്യൂ ആണ് ആ മൃഗത്തിന്റെ. റോപ്പ് വഴിയുള്ള ഓപ്പറേഷനെ പരിക്കേൽക്കുകയും ചെയ്തത്. റോപ്പ് വഴി അവിടെ ലാൻഡിങ് ചെയ്യുന്ന സമയത്താണ് കാലൊന്ന് ടിസ്റ്റായി പോയത്. കുഴപ്പമില്ല, എന്നാലും നമുക്ക് വയ്യാത്ത കാലം കൊണ്ടാണ് ഇപ്പൊ ഈ ഓപ്പറേഷൻ മൊത്തം നടന്നത്. വയ്യെന്ന് വെച്ച് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മളെ ഒരു ടാസ്ക് ഓപ്പറേഷൻ ആണല്ലോ ഇത്. നമുക്ക് കിട്ടിയൊരു ടാസ്ക് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമ്മൾ ചെയ്തേ പറ്റൂ. അത് വയ്യാന്ന് വെച്ച് നമുക്ക് മാറിയിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഞങ്ങളെ റോപ്പ് കെട്ടി അതിൽ ഞങ്ങൾ ആദ്യം പോയ വഴി കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ അവരെ റെസ്ക്യൂ ചെയ്ത് തിരിച്ച് വേറൊരു വഴിയിൽ റോപ്പ് കെട്ടി താഴ്ന്ന് അതിൽ നിന്ന് അവരെ താഴെ ഇറക്കി. അതിൽ കുട്ടികളുണ്ടായിരുന്നു, വയസ്സായ ആൾക്കാരുണ്ടായിരുന്നു. അവരെ താഴെ ഇറക്കി വീണ്ടും ഒരു പാലം വിട്ടിട്ട് അതിൽ നിന്ന് നേരെ അവരെ അപ്പുറം കടത്തിയിട്ട് കൊണ്ടുപോയത്. കൈ പൊട്ടിയവരുണ്ടായിരുന്നു, കാല് പൊട്ടിയവരുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നു. അപ്പൊ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും അവർക്ക് നമ്മള് പരമാവധി അവരെ എല്ലാം ഇതും കൊടുത്തിട്ടാണ് നമ്മൾ കൂട്ടിയിട്ട് വന്നത്. അവരിപ്പം നമ്മളോട് സംസാരിക്കുന്നതിനിടെ തന്നെ അടുത്ത ടാസ്ക് കിട്ടി. അവർ അതിസാഹസികമായ അടുത്ത ഒരു റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി പോവുകയാണ്. സജികുമാറിനൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.